അമ്പലത്തിലെ ചോറ് കാണണ്ടേ. അപ്പം ഞാനിന്ന് ചോറിങ്ങി വാങ്ങിക്കൊണ്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് നേരം ക്യൂ ഒന്നും നിന്നില്ല. നമ്മുടെ വീടിനടുത്ത് പത്മയ്ക്കെന്ന് പറഞ്ഞൊരു നമ്മുടെ പഴയ മെമ്പറുണ്ട്. പുള്ളിക്കാരി വയ്യാത്തത് കൊണ്ട് വന്ന് നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ മുന്നിൽ നിന്ന് ഞാൻ ദേ ചോറും അതുപോലെ തോരനും അവിയലും പച്ചടിയും കടുമാങ്ങാച്ചാറും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇന്ന് പഴം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഇന്ന് മോരുകറി കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. കാരണം ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കണം കേട്ടോ. അതിനായിട്ട് കുറേശ്ശെയാണ് വിളമ്പുന്നത്. അതുപോലെ ആവശ്യത്തിന് ചോറൊക്കെ തരും കേട്ടോ. അതിലൊന്നും ഒരു കുറവില്ല. മോരൊക്കെ ആകുമ്പോൾ അതനുസരിച്ചേ വിളമ്പുള്ളൂ. പിന്നെ ഇതേ സാമ്പാർ തന്നു. സാമ്പാർ പിന്നെയും വേണമെന്ന് ചോദിക്കും കേട്ടോ. നമുക്ക് ഞാൻ അത്രയും മതിയെന്ന് പറഞ്ഞു കേട്ടോ. നമുക്ക് ആവശ്യത്തിന് നമുക്ക് തരും കേട്ടോ. അപ്പം ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ അമ്പലത്തിലെ പ്രസാദം കേട്ടോ. അപ്പം ഫുഡൊന്നും കഴിക്കുന്നതൊന്നും കാണിക്കുന്നില്ല. അപ്പം ഇത് തന്നെ കാണുമ്പം നിങ്ങൾക്കും വയറ് നിറയും. ഭഗവാന്റെ ഒരു അനുഗ്രഹവും കിട്ടിയതുപോലെ ആവുമല്ലോ നമുക്ക്. ഇതൊക്കെ നമുക്ക് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പം നാളത്തെ നമ്മുടെ ഫുഡ് വീഡിയോ ഒക്കെ നമ്മൾ ഇടാം കേട്ടോ. നല്ല അടിപൊളി ഫുഡിൻ്റെയൊക്കെ വീഡിയോ ഇടാം. അപ്പോൾ ഇന്ന് മോരുകറിയായിരുന്നു കേട്ടോ. അപ്പം 2 ദിവസം എൻ്റെ കുഞ്ഞമ്മയെ വാങ്ങിച്ചുകൊണ്ട് തന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ കുഞ്ഞമ്മ ഇങ്ങനത്തെ രസവും മോരുകറിയൊന്നും കുഞ്ഞമ്മയ്ക്ക് എവിടെ ഇരിക്കുന്നതെന്ന് അറിയാത്തത് കൊണ്ട് ഇന്നലെ അതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ചോറിനകത്ത് തന്നെ ആയിരുന്നു കറികളൊക്കെ. ഞാൻ ഇന്ന് സെപ്പറേറ്റ് കറി വാങ്ങിച്ചു കേട്ടോ. കാരണം കറിയില്ലാതെ നമുക്ക് ചോറിനാൻ പറ്റില്ലല്ലോ. അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.